പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പാലക്കാട് കാഞ്ഞിക്കുളം സത്രംകാവിൽ ഒരു മോഷണം. 4 ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, മോഷണം നടത്തുന്നയാളുടെ ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്? അതുകൊണ്ട് ഈ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖം മറച്ച് ഒരു കമ്പിപ്പാരയുമായാണ് ഈ മോഷ്ടാവ് ഈ സത്രംകാവിലേക്ക് മോഷണത്തിനായി എത്തിയിരിക്കുന്നത്. 4 ഭണ്ഡാരങ്ങളും അതുപോലെ തന്നെ ഓഫീസിനകത്തുണ്ടായിരുന്ന ഒരു അലമാരയുമാണ് ഈ മോഷ്ടാവ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അതിനകത്തുണ്ടായിരുന്ന സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സത്രംകാവിലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചയോടുകൂടി ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് ആദ്യം ഈ മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിവരം അറിയിക്കുന്നു. പ്രസിഡന്റ് പിന്നീട് കോങ്ങാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തി പരിശോധന ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിൻ്റെ മുഖം കൃത്യമായി തന്നെ വ്യക്തമായി കാണുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മുഖം മറച്ചാണ് ഇയാൾ ചില ഭാഗങ്ങളിലേക്ക് എല്ലാം എത്തുന്നെങ്കിലും ഒരു ഭണ്ഡാരം കുത്തി തുറക്കുന്ന ആ ഭാഗത്തെത്തുമ്പോൾ മോഷ്ടാവിൻ്റെ മുഖം കൃത്യമായി തന്നെ കാണുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു കമ്പിപ്പാരയുണ്ട്. ആ കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ടാണ് ഓഫീസ് മുറിയും ആ അലമാരയും എല്ലാം ഇയാൾ തകർത്തിട്ടുള്ളത്. മാത്രമല്ല ഭണ്ഡാരത്തിൻ്റെ താക്കോല് ഓഫീസ് മുറിയിനകത്ത് നിന്ന് ഈ മോഷ്ടാവിന് ലഭിക്കുകയും പിന്നീട് ഇത് ഉപയോഗിച്ചാണ് ഭണ്ഡാരം ഉൾപ്പെടെ ഇയാൾ തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിരവധി രൂപയും അതുപോലെ തന്നെ സ്വർണവുമാണ് ഈ സത്രംകാവിൽ നിന്ന് നിലവിൽ നഷ്ടപ്പെട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് കോങ്ങാട് പോലീസ്. അരുൺകുമാർ, എന്തായാലും ആ സ്ഥലമൊക്കെ പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലത്ത് കയറി വരുന്നുണ്ട്. എവിടെയൊക്കെ പൊളിക്കാം കമ്പിപ്പാര വെച്ചെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അവിടെ വന്ന് കൃത്യമായിട്ട് പൊളിക്കുന്നു. മാത്രമല്ല അയാളുടെ ഒരു മനസ്ഥിതി നോക്കണേ. ഭണ്ഡാരം കുത്തിപ്പൊളിക്കുന്ന സമയമായപ്പം മുഖത്തെ ആ മറവങ്ങ് മാറ്റി കൃത്യമായി എന്നാ കണ്ടോളൂ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആ മുഖംമൂടി പ്രേക്ഷകർക്ക് കാണാം. ഭണ്ഡാരം കുത്തിപ്പൊളിക്കുന്ന സമയത്ത് മുഖംമൂടി മാറ്റിയാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ചത്. എത്ര വിശാല മനസ്കര